നമസ്കാരം, ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒന്ന് വിളിക്കുമെന്നൊക്കെ ചോദിച്ച് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരായിരുന്നു? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം. പിന്നെ ഒരു ചെറിയ ഹോസ്പിറ്റൽ കേസുമായിട്ട്. അയ്യോ സോറി, ഇത് ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ആളാ, സൂര്യ ടി വിന്ന്. ശരി, മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 16/10/1998. സമയം പറ മോളെ. 3:55 PM ആണോ? എന്തോ? PM. മോളെ പൂരാണോ നക്ഷത്രം? വെള്ളിയാഴ്ച ദിവസമാണ്, കന്നി 30-ാം തീയതി. മോളെ മോൾക്കാണെങ്കിലേ മോൾക്കൊരു നല്ല ജോലി കിട്ടും മോളെ. പക്ഷെ മോള് ടെൻഷൻ അടിക്കരുത് ഒത്തിരി കേട്ടോ. മോളുടെ ഒരു ജാതക പ്രകാരം ചെറിയ കാര്യത്തിന് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. ടെൻഷൻ അടിച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അറിയാം മോളെ, നമുക്ക് കിട്ടേണ്ടുന്ന സാധ്യതകൾ പോലും ചിലപ്പോൾ ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് ടെൻഷനും നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളുമൊക്കെ ഒന്ന് മാറ്റി മുന്നോട്ട് പോകാൻ വേണ്ടി മോള് നോക്കണം. നല്ല ഭാവിയൊക്കെ ഉണ്ടാകേണ്ട കുട്ടിയാണ്. ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ടോ? എന്തോ ടെസ്റ്റുകൾ വല്ലതും എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ചാ. എന്നിട്ട് നിർത്തരുത് മോളെ. കാരണം ആദ്യം കുറേ കിട്ടാണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ മോള് മാനസികമായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ഡെസ്പ് ആവും. ഇനി എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എനിക്കൊന്നും കിട്ടത്തില്ല എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ മോള് ട്രൈ ചെയ്യണം. പിന്നെ ഇപ്പോഴൊന്നും കിട്ടിയില്ലെങ്കിൽ, ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്, കിട്ടിയില്ലെങ്കിലും മോൾക്ക് ഏറ്റവും അനുകൂലം എന്ന് പറയുന്നത് ഈ ഒക്ടോബർ 18-ാം തീയതി ചന്ദ്രദശയിൽ രാഹുവിൻ്റെ അപഹാരം മാറി വ്യാഴത്തിൻ്റെ അപഹാരം തുടങ്ങുകയാണ്. അപ്പോൾ ആ ടൈമാണ് മോക്ക് കുറച്ചുകൂടെ അനുയോജ്യം എന്ന് പറഞ്ഞ് ഇപ്പം കിട്ടത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പം കിട്ടിയില്ലെങ്കിലും മോള് വിഷമിക്കരുത്. ഇതോടുകൂടി ജീവിതം തീർന്നു, എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ കൂടെ പഠിച്ചവർക്കെല്ലാം അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി എന്ന് ചിന്തിക്കരുത്. മനസ്സിലായോ? പിന്നെ മോള് ടെൻഷൻ പൂർണ്ണമായിട്ട് മാറ്റുക. തീർച്ചയായിട്ടും മോൾക്ക് നല്ലൊരു ജോലി കിട്ടും, നല്ല രീതിയിൽ പോകാൻ കഴിയും. അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അയ്യപ്പ ക്ഷേത്രത്തെ അർച്ചനയും നീരാജനവും മാസത്തിൽ ശനിയാഴ്ച ദിവസം വീതം ചെയ്യുക കേട്ടോ. വെച്ചേക്കട്ടെ. മക്കളുടെ കാര്യം അറിയണമെന്ന് പറഞ്ഞു വന്നിട്ടുള്ള മെസ്സേജാണ്. ആരാണെന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷമൊക്കെ? സുഖം. ഒത്തിരി ആളായല്ലോ കണ്ടിട്ട്. ആരാണ്? മനസ്സിലായില്ലേ? ഇല്ല. അത് ശരി. എന്നാ പിന്നെ വെച്ചേക്കാം, നമ്മളെ ഇത്രയും കാലമായിട്ട് ഓർക്കുന്നില്ലെങ്കിൽ. മനസ്സിലായില്ല. സൂര്യ ടി വി കേട്ടിട്ടുണ്ടോ? ഹരിപത്മനാഭൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആളാണ് ഇയാൾ. അയ്യോ ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഒരാളിന്റെ 10/1/2011. സമയം രാവിലെ 4:25 രാവിലെ. എന്നോടാ ചോദിക്കുന്നേ? പൂരിട്ടാതി തിങ്കളാഴ്ച ദിവസം, ധനു 26-ാം തീയതി. അതെ ചേച്ചി, ഇത്തിരി പഠിത്തം ശ്രദ്ധിക്കാൻ പറയണം കേട്ടോ. ഓ ശരി. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ഇതൊക്കെ എഴുതി പഠിക്കാൻ പറയണം. കാരണം ഇപ്പൊ ഏഴരശനിയിലെ ജന്മശനിയാണ്. അറിയാവുന്നത് പോലും ചിലപ്പം എഴുതാൻ പറ്റാണ്ടൊക്കെ വരും. അതുകൊണ്ട് എഴുതി പഠിക്കാൻ പറയണം. കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറയണം. കുഴപ്പമൊന്നുമില്ല, നല്ല ജോലിയെല്ലാം കിട്ടാൻ സാധ്യതയുള്ള ജാതകമാണ് കേട്ടോ. ഇത്തിരി ദേഷ്യ സ്വഭാവം ഇപ്പൊ വരും. അതൊന്ന് കുറച്ച് ശ്രദ്ധിച്ചോളാൻ പറയണം. ഇളയാളുടെ പറഞ്ഞേ. ഇളയാളുടെ ഇതാണ്. ഇളയാള് 13/1/2004. സമയം രാവിലെ 11:25. ഉത്രം നക്ഷത്രം. ചൊവ്വാഴ്ച ദിവസം, ധനു 29-ാം തീയതി. അതെ. ഇപ്പം ആൾക്ക് വലിയ കുഴപ്പമുള്ള സമയമല്ല കേട്ടോ. കുഴപ്പമില്ല, നല്ല കുഞ്ഞുങ്ങളാണ് ചേച്ചി. ജോലിയെല്ലാം കിട്ടുകയും നല്ല രീതിയിൽ പോവുകയും ചെയ്യും. ഇപ്പം മോക്ക് ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ രാഹുർദശയിൽ രാഹുവിൻ്റെ അപഹാരം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെതായ ചെറിയ ഒരു ഇഴഞ്ഞു നീങ്ങുന്ന ഒരു കാര്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് തടസ്സപ്പെട്ടിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടേ നടക്കുകയുള്ളൂ. അപ്പം തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടി പറയണം മോളോട്. ശ്രമിച്ചാൽ നല്ല വിജയം ഉണ്ടാക്കാൻ കഴിയുന്ന കുട്ടികളാണ് ചേച്ചി രണ്ടുപേരും. ഈ മൂത്താക്ക് വേണ്ടി ചേച്ചി ഒരു കാര്യം ചെയ്യണം. നാഗരാജ ക്ഷേത്രത്തിൽ ഒന്ന് പോകണം, പോയിട്ടൊരു 100 പാലം നടത്തണം. അങ്ങനെ ചെയ്യുന്നത് നല്ലതാ.
മാസം തോറും മാസം തോറും ഒന്നും വേണ്ട, ഒരു തവണ പോയി ചെയ്താൽ മതി. പിന്നെ പൊതുവില് കുറച്ചൊന്ന് ശ്രദ്ധിക്കാൻ പറയാ കുട്ടിയുടെ. എന്താ പഠിക്കുന്ന അയാള്? അവളിപ്പോ BA ക്രിമിനോളജിയാണ് പഠിക്കുന്നത്. ശരി, നല്ലോണം പഠിച്ചോളാൻ പറ, നല്ല ജോലിയെല്ലാം കിട്ടും. ഇടയ്ക്ക് വെച്ച് ഈ പഠിത്തത്തിലെ കുറച്ച് സ്ട്രെസ് കൊണ്ട് അയ്യോ ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് പറയണം. വളരെ പോസിറ്റീവായിട്ട് തന്നെ പഠിക്കാൻ പറയണം. നല്ല ഭാവിയൊക്കെ ഉണ്ടാവും, നല്ല രീതിയിലൊക്കെ പോകാൻ കഴിയുന്ന കുട്ടിയാണ് കേട്ടോ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.